സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അപ്പോ ഷാഫി പറമ്പലിനെയാണ് അടുത്ത ഇരയായിട്ട് ഇവിടെയുള്ള ചാനലുകൾക്കും കുറെ ഗുണ്ടുമണിയന്മാര്, അതായത് തിന്ന് കൊഴുത്ത് അങ്ങനെ ചാനലിന്റെ മുമ്പ് വന്ന് ചാരി കിടന്നിട്ട് അങ്ങനെ പറയാണ്, പെണ്ണുങ്ങളടുത്ത് പറയാണ് ഷാഫി പറമ്പിൽ മാഫിയ തലവനാണ്. ഈ പറയുന്നവനെ കണ്ടാലാണ് തോന്നുന്നത് അവൻ മാഫിയ തലവനാണെന്ന്. അപ്പൊ ആ മാഫിയ തലവനാണ് പറയുന്നത്. ഇവനൊക്കെ ആരെന്നൊക്കെ അച്ചാരം വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്, കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. എത്ര രൂപ വേണമെങ്കിലും കോടികൾ കൊടുക്കും. അപ്പോ കോൺഗ്രസിനകത്ത് കുറച്ച് യുവജന നേതാക്കൾ വന്ന്, UDF-നകത്ത് കുറച്ച് യുവജന നേതാക്കൾ വന്ന് പാലക്കാട് ജയിച്ചു, നിലമ്പൂര് ജയിച്ചു, അങ്ങനെ പല സ്ഥലത്തും ബൈ ഇലക്ഷൻ വന്നപ്പോൾ ജയിച്ചു. ഇതൊക്കെ അവരുടെ കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ തകർക്കാൻ വേണ്ടി ഇതിപ്പോ ഷാഫി പറമ്പിലിനെയാണ് അടുത്തതായിട്ട് പിടിച്ചത്. എന്തായാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു പരുവത്തിലാക്കി. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നെ ന്യായീകരിച്ചു, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൈഡ് പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മുടെ രാഹുൽ ഈശ്വറിനെ ജയിലിലാക്കി. അടുത്തത് പിന്നെ ഷാഫി പറമ്പിലാണ്. ഈ തെമ്മാടിത്തരം എന്ന് പറയുന്നത് കേരളത്തിലേ നടക്കുള്ളൂ. ഭരണമുണ്ടെന്ന് വിചാരിച്ച്, അതായത് കേന്ദ്രത്തില് RSSകാർ ഭരിക്കുന്നു, സംഘപരിവാറുകാർ ഭരിക്കുന്നു, കേരളത്തില് CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷം ഭരിക്കുന്നു. പക്ഷെ ഇവിടെ എല്ലാം ഇങ്ങനെ ഈ ഭരണ മാറ്റം ഉണ്ടാവും. ഈ വന്ന് ചാരിക്കിടന്ന് ചാരുകസേര ഇരുന്നിട്ട് പറയാണ് ഇനിയിപ്പോ ഷാഫി പറമ്പില് ആണ് ഇതിന്റെ എല്ലാം പിന്നില്, മാഫിയ തലവനാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു, പിന്നെ പാലക്കാട് നിന്ന് ജയിച്ചു. അവര് ജനങ്ങളുമായിട്ട് ഇടപഴകുന്നത് എങ്ങനെ, ജനങ്ങൾക്ക് അവരിലുള്ള ആ വിശ്വാസ്യത എന്താണ്, ജനങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്. ഞാൻ കണ്ടപ്പോ ചാനലുകളിലല്ല, ഞാൻ ഇവരെ ഒന്നും നേരിട്ട് പരിചയമില്ലാത്ത ഒരു വ്യക്തിയാണ്. ആരെ ന്യായീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ അധ്വാനിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു, നമ്മൾ അങ്ങനെ ആഹാരം കഴിക്കുന്നവരാണ്. ഒരുത്തന്നെ ചെലവിലല്ല കഴിക്കുന്നത്. പക്ഷെ ഈ ചാനലിൽ വന്നിരുന്ന് ഈ ചലയ്ക്കുന്നവന്മാർ, ഈ കുരയ്ക്കുന്നവന്മാരുണ്ടല്ലോ, ഇവന്മാർ പട്ടികളെക്കാളും മോശമാണ്. കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാശുകൾ കിട്ടും. നിങ്ങൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു വഴിക്കാക്കണം, അതിനുശേഷം ഇനി നമുക്ക് ഷാഫി പറമ്പലിനെ പിടിക്കാം, ഷാഫി പറമ്പലിനെ ആക്കണം. അതൊന്നും നിങ്ങളൊക്കെ ദിവാസ്വപ്നമാണ്, സ്വപ്നം കാണുകയാണ് നിങ്ങളെല്ലാം. അതായത് ഇപ്പോ രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്ന് പറയുന്നു, ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക്, അതായത് ഒരു സ്ത്രീ കൂടുതലായിട്ട് അവനുമായിട്ട് ഇടപഴകാതെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ കഴിയുമോ? പിടിച്ചോണ്ട് പോവാണ് ഒരു സ്ത്രീയെ. അപ്പോ അവന് എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താണ് ഉള്ള ആകർഷണം? അപ്പൊ ചില സ്ത്രീകൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ചില ഓരോരുത്തർക്കും, ഓരോ യുവതികൾക്കും അവരുടെ മനസ്സിൽ പിന്നെ എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ എൻ്റെ കാമുകൻ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നവൻ ഇന്ന രീതിയിലുള്ളതായിരിക്കണം എന്നുള്ള ഒരു ധാരണ കാണും. അവർക്ക് അങ്ങനെ ഒരു സ്വപ്ന ലോകത്തിൽ ജീവിക്കുന്നവരാണ് ഈ യുവതികൾ എന്ന് പറയുന്ന കൗമാര പ്രായമായിരുന്നാലും. അപ്പോ അവരങ്ങനെ ഉള്ള ഒരാളിൽ അത് കണ്ടെത്തുമ്പോൾ അവനുമായിട്ട് കൂടുതൽ ഇടപഴകും. പിന്നെ ആണുങ്ങളാവുമ്പോഴത്തേക്ക് അറിയാമില്ല, തട്ടിയും മുട്ടിയും പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ പോകും. എത്ര കാലം പിടിച്ചിരിക്കാൻ നോക്കും. ഇപ്പൊ പെണ്ണുങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ എന്തും ആരെയും എങ്ങനെയും വീഴ്ത്താം. അതുപോലെ തന്നെയാണ് ആണുങ്ങളും. അതായത് വൈരൂപ്യമില്ലെങ്കിലും, വൈരൂപ്യമില്ലാത്ത, ആവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ, നല്ലതുപോലെ നടക്കുകയാണെങ്കിൽ, നല്ല ഡ്രസ്സൊക്കെ ചെയ്ത് സുഗന്ധവും പൂശി നടക്കുകയാണെങ്കിൽ പെണ്ണുങ്ങളും പോവും. അതുപോലെ പിന്നെ ആണുങ്ങള് പിന്നെ പെണ്ണുങ്ങളെ പുറകെ പോവും. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇത് സത്യസന്ധമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ കേരളത്തിലെ പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമാണ് സ്ത്രീ പീഡനവും പിന്നെ സ്ത്രീകളെ ബലാത്സംഗവും അതും ഇതും വരുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന്റെ ഗുഡൻസ് ആണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരേ ഒരു കാര്യം ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമാണ്. ഇതാണ് ഉമ്മൻചാണ്ടി ഒരു പരുവത്തിലാക്കി കൊന്നു കുഴിച്ചു മൂടി. അപ്പൊ ഇനി അടുത്തത് രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെയും ഈ പരുവത്തിലാക്കി. ഇനി അടുത്തത് പിന്നെ ഷാഫി പറമ്പലിനെയാണ്. എന്താണൊക്കെ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പൊ ഈ വന്നിരുന്ന് ചാനലിൽ കുരയ്ക്കുന്നവന്മാര്, അവന്മാരും ചിന്തിക്കണം, അവനെ ഇതേപോലെ പെടുത്താം. ആരെങ്കിലും വിചാരിച്ച ഭരണമുണ്ടെങ്കിൽ നിന്നെ പെടുത്താം, നിന്റെ ഭാര്യയെ വേണമെങ്കിലും പെടുത്താം, നിന്റെ മക്കളെ വേണമെങ്കിലും പെടുത്താം. ആരെ കിട്ടൂലേ? 50,000 1 ലക്ഷം രൂപ കൊടുത്ത
ഏത് തെമ്മാടിയെ വേണമെങ്കിലും നിന്റെ ഭാര്യയെ വേണമെങ്കിൽ പിടിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ റൂമിൽ നിന്ന് അങ്ങനെ ആക്കി പിന്നെ ചാനലിലെ എല്ലാത്തിനെയും വിളിച്ചു വരുത്തി ഇതാ പിന്നെ അനാശാസ്യ പ്രവർത്തനം നടത്തി അവളുടെ ഇഷ്ടപ്രകാരമാണ് എൻ്റെ കൂടെ വന്നത് എന്ന് പറഞ്ഞൂടെ, ചെയ്തൂടെ? അപ്പൊ ഇതെല്ലാം ഇവിടെ നടക്കും. അപ്പൊ എന്ത് തെമ്മാടിത്തരം കാണിക്കാനും ഇവിടെ ആളിനെ കിട്ടും. ഇപ്പോ സിനിമാ ഫീൽഡിൽ നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എന്തൊക്കെയാണ് ഭാവന എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് കേസുകൾ. അതൊന്നും നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാനേ പോകുന്നത്. അത് നിയമത്തിന്റെ വഴിക്ക് പോകണം. ഇത് 24 മണിക്കൂർ ചാനലിൽ വന്നിരുന്നു ഷാഫി പറമ്പില് പിന്നെ രാഹുൽ മാങ്കൂട്ടം അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത്, അവള് പറഞ്ഞു ഇവള് പറഞ്ഞു, ഇവളൊക്കെ പിന്നെ മേക്കപ്പ് ഒക്കെ വാരി തേച്ച് ചുണ്ടിലൊക്കെ ചെട്ടിക്കൊക്കെ വാരി തേച്ചും കൊണ്ട് വന്നിരുന്ന ആണുങ്ങളെ ആകർഷിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും തുറന്നിട്ട് അർത്ഥനഗ്നങ്ങളായിട്ട് ഇങ്ങനെ നടന്ന ആണുങ്ങളെ പുറകെ നടക്കയില്ലേ? അപ്പൊ ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് പുരുഷന്മാരല്ലേ, അവർക്കും അതും ഇതൊക്കെ കാണൂലേ? പെണ്ണുങ്ങൾ തട്ടേം മുട്ടേം ചെയ്ത. അപ്പൊ ആദ്യം വേണ്ടതെന്ന് പറയുന്നത് പുരുഷന്മാരുടെ ഏരിയയിൽ പുരുഷന്മാരുമായിട്ട് അങ്ങനെ തട്ടാനും മുട്ടാനും പോകാതിരുന്നാൽ മതിയല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ നിലയും വിലയും അനുസരിച്ച് നിങ്ങൾ പെരുമാറുക. പുരുഷന്മാരുടെ പാട്ട് ഞങ്ങൾ വിട്ടേക്കുക. അവരുമായിട്ട് കൂടാൻ പോയിട്ടല്ലേ? അവരുമായിട്ട് ആവശ്യമില്ലാത്ത സംസാരങ്ങൾ സംസാരിക്കുന്നതിന് പല പെണ്ണുങ്ങളും എന്ന് പറയുന്നത് ആദ്യമായിട്ട് രാഹുലിനെ അങ്ങോട്ട് പോയി ബന്ധപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ട് പിന്നെ രാഹുൽ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ അവനും ഒരാണല്ലേ? എന്തായാലും ശരി, ഈ ചാനലുകളുടെ ചർച്ച കേൾക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ അടിച്ച് പൊട്ടിച്ച് കളയാൻ തോന്നും. കാരണം ഓരോരുത്തന്മാർ വന്നിരുന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ചും കൊണ്ട് എന്തൊക്കെ തെമ്മാടിത്തരമാണ് ചാനലിൽ വന്നിരുന്ന് പറയുന്നത്. പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അത് മാത്രം കോൺഗ്രസ്സുകാരൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇവിടെ പ്രശ്നമില്ല. 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് ഈ ചാനലുകാരൊക്കെ അന്ന് എവിടെ പോയിരുന്നു? അവനിന്ന് അകത്താണ്. അതായത് മരണം വരെ ജീവപര്യന്തം അവന് പിന്നെ ശിക്ഷ കോടതി നൽകിയിരിക്കുകയാണ്. അപ്പൊ ഇത് ചർച്ച ചെയ്യാത്ത എന്താണ്? അത് BJP കാരനായണ്ട, സംഘപരിവാറുകാരനായതുകൊണ്ടാ, അതൊരു പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടി ആയതുകൊണ്ടാ? അപ്പൊ നിങ്ങളൊക്കെ എന്താണ് നീതി എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ധാർമ്മികത പറയുന്നു. ഒരു ഒട്ടകം ഗോപാലകൃഷ്ണൻ ഇന്നിരുന്ന് പറയുന്നതായിട്ട് ധാർമ്മികത ഇല്ലാന്ന്. ധാർമ്മികത എന്ത് ധാർമ്മികത? രാഷ്ട്രീയത്തിൽ എന്താണ് ധർമ്മം? എന്താണ് നീതി? എന്താണ് സത്യം? ഒന്നുമില്ല. ചുമ്മാണ് കാപട്യത്തിന്റെ മുഖമാണ്. അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരവും തെമ്മാടിത്തരവും ചെയ്യും. അധികാരത്തിന് വേണ്ടിയല്ലേ ഈ ജനങ്ങളെ ഇവിടെ ഭിന്നിപ്പിക്കുന്നത്? ജാതിയും മതവും പറയുന്നത് എന്തിനാണ്? ഒരു സ്വാമിമാര് ചില കാവ്യം പതിച്ചുകൊണ്ട് വന്നിരുന്ന് അവനൊക്കെ തെണ്ടിത്തരവല്ലേ പറയുന്നത്. ചില അച്ഛന്മാരായിരുന്നാലും ചില മൈലിയാക്കന്മാരായിരുന്നാലും വന്നിരുന്ന് തെണ്ടിത്തരവല്ലേ പറയുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഇതല്ലാതെ വേറെന്തെങ്കിലും പറയാനുണ്ടോ? ഒരു രാധാകൃഷ്ണൻ അറിയുന്നുണ്ട് തേണ്ടി. അവനെന്ന് പറയുന്നത് ഒരു വൈസ് ചാൻസലർ ആയിരുന്ന PSCയുടെ ചെയർമാൻ ആയിരുന്നു. ഇന്നൊരു ചാനലിൽ ഞാൻ കണ്ടതാണ്. പിന്നെ ഒരു പൊട്ടൻ ചോദിക്കുകയാണ്, ഇന്ത്യയും പിന്നെ സൗദി അറേബ്യയുമായിട്ട് യുദ്ധം ഉണ്ടായാൽ നമ്മൾ ആരുടെ ഭാഗത്ത് വയ്ക്കും? അപ്പോ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് വയ്ക്കും. അപ്പൊ അയാൾ അതിനെ വിമർശിക്കുകയാണ്. എന്താണ് വിമർശിക്കുന്നത്? എങ്ങനെയാണ്? അത് ചുമ്മാ പറയുന്നതാണ്. ഇവരൊക്കെ ഇല്ലാത്ത ഭാവനാ സൃഷ്ടികൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇന്ത്യയും സൗദിയുമായിട്ട് യുദ്ധമുണ്ടായാൽ എന്താണ് അവന്റെ ഭാവനയിൽ? അതാണ് ഉണ്ടായാൽ ആരോടെ നിൽക്കും? നീയൊക്കെ ആരോടെ നിൽക്കും? നീയൊക്കെ ഓടും. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ പിന്നെ സ്ഥലമാണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് ചൈനയുടേതാണെന്ന് പറയുന്നു. ചൈന പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് മാത്രമോ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇന്ത്യയുടെ ഭാഗങ്ങൾ പിന്നെ ചൈനീസ് കസ്റ്റഡിയിലാണ്, ചൈനയുടെ അധീനതയിലാണ്. എന്താണ് ഇവിടെയുള്ള RSS ഉണ്ടാക്കുന്നത്? അപ്പോൾ ചൈനീസ് പിടിച്ചു വെച്ചിരുന്ന പ്രശ്നമില്ല, ചൈനയുടേതാണെന്നെങ്കിൽ കുഴപ്പമില്ല. ഇത്രയും നാൾ അവർ ശത്രുക്കളായിരുന്നു. മോഡി ഉടനെ ഓടി ചൈനയിൽ പോയി അയാളെ പോയി കെട്ടിപ്പിടിച്ച് ശരിയാക്കി വന്നിട്ട് പറയാണ് ചൈന നമ്മുടെ സുഹൃത്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ സുഹൃത്താവും. അപ്പൊ നേരത്തെ ഇത്രയും നാൾ നമ്മൾ ശത്രുവല്ലായിരുന്ന? അത് മാത്രമോ താലിബാൻ ഇവിടെ ഓരോ ചാനലിലും വന്നിട്ട് സംഘപരിവാറുകാരും ക്രിസംഗികളും പറഞ്ഞു കൂട്ടുന്നത് എന്താണ്? ഇവിടെ താലിബാനും സമക്കൂല, ഇവിടെ താലിബാനും സമക്കൂല. താലിബാൻ നീ അങ്ങ് താലിബാനിൽ പോയി പറ, ഇവിടെ നടക്കൂല, ഇത് ഇന്ത്യയാണ്, ഭാരതമാണ് എന്ന് പറയും. എന്നിട്ട് ആ താലിബാന്റെ വിദേശകാര്യ മന്ത്രി ഇവിടെ പരവതാനി വിരിച്ച്, ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ചു. അദ്ദേഹം വന്നിട്ട് എവിടെയാണ് പോയത്? വിദേശകാര്യമന്ത്രി പിന്നെ അഫ്ഗാനിസ്ഥാന്റെ
നേരെ പോയത് എവിടെയാണ്? RSSന്റെ ആസ്ഥാനത്താണ് പോയത്. അപ്പോ രക്തത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഇവിടെയുള്ള ബാക്കിയുള്ള നിഷ്പക്ഷമതികളായ ചാനലുകൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്കെല്ലാം എന്തും ആകാവുന്ന. ഇപ്പോ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തത്, UP അറസ്റ്റ് ചെയ്തത് സംഘപരിവാറുമായിട്ട് ബന്ധമുള്ള ഹിന്ദുക്കളെയാണ്. ഇന്ത്യയെ ഒറ്റുകൊടുത്തവന്മാരാണ്, കടത്ത് നടത്തിയവരാണ് പാകിസ്ഥാനുമായിട്ട്. അപ്പൊ എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിക്കുന്ന നീയൊക്കെയാണ്. ഈ ചാക്ക് രാധാകൃഷ്ണൻ, ഇവനെ പണ്ടൊരു ചാക്ക് രാധാകൃഷ്ണൻ ഉണ്ട്, അതുപോലെ ഒരു രാധാകൃഷ്ണനാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ വയസ്സാം കാലത്ത് ഇറങ്ങി ഒന്ന് വർഗീയത പറയാണ്, ആരെ എന്തും പറയാൻ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. ഇവന്റെയൊക്കെ അടുത്ത് കിട്ടേണ്ടി അടിച്ച് അവന്റെയൊക്കെ പല്ലുകൾ പൊഴിക്കണം, നാട്ടുകാർ പൊഴിക്കും. ഇങ്ങനെ വന്നിരുന്ന തെമ്മാടിത്തരം വന്നിരുന്ന ചാനലിൽ പറഞ്ഞത് ഇന്ത്യയും സൗദി അറേബ്യയായിട്ട് യുദ്ധം ഉണ്ടായാൽ, അപ്പൊ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് നിന്നെ ആരെങ്കിലും വന്ന് കൊന്നാൽ നിനക്ക് ആരാണ് തിരിച്ചെന്തെങ്കിലും ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ പാടണ്ട. ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഭാവനാ സൃഷ്ടികൾ എന്തിനാണ് സൃഷ്ടിക്കുന്നത്? അനാവശ്യമായ സംസാരങ്ങൾ സംസാരിച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. രാജ്യങ്ങൾ തമ്മിൽ സൗഹൃദത്തിൽ കഴിയുന്ന രാജ്യങ്ങളെ തമ്മിൽ ശത്രുക്കളാക്കലാണ് ഈ സംഘപരിവാറില്. പിന്നെ അംഗങ്ങളായാൽ തന്നെ പോയി, അവന്റെ ജീവിതം പോയി. കാരണം അവനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു സൃഷ്ടികളായിട്ട് മാറണം അവരെല്ലാം. ചാണകവും മൂത്രവും ഒക്കെ തിന്ന് അവരുടെ മനസ്സ് വരെ വൃത്തികെട്ടതാവുകയാണ്. അവർ തിന്നുന്ന സാധനം തന്നെ നാറ്റം പിടിച്ചതല്ലേ, പിന്നെ എങ്ങനെ അവർ നന്നാവും? അപ്പൊ മനുഷ്യന്റെ ഇതുവരെയുള്ള മനുഷ്യനായിരുന്നവൻ പിന്നെ അവൻ മൃഗമാവുകയാണ്. അപ്പൊ മൃഗത്തിനെന്ന് പറയുന്നത് മൃഗത്തിന്റെ സ്വഭാവം കാണിക്കും, മനുഷ്യന്റെ സ്വഭാവം പിന്നെ കാണിക്കില്ല. എന്തായാലും ശരി, ഈ ചാനലുകൾ കണ്ട് എന്തായാലും മനുഷ്യൻ ഇതിനെ വെറുത്തിരിക്കുകയാണ്. ഞാൻ വെറുത്തിരിക്കുകയാണ്. എനിക്കിത് തുറക്കാൻ തന്നെ ഇപ്പൊ വലിയ പ്രയാസമായി വന്നിരിക്കുകയാണ്. ഏതെങ്കിലും ഒന്ന് നോക്കിയ ഉടനെ മുസ്ലിങ്ങളെ ഭീകരന്മാര്, അവര് രാജ്യദ്രോഹികളാണ്, അവര് ഭീകരന്മാരാണ്, അവര് രാജ്യശത്രുക്കളാണ്, മറ്റൊന്ന് മറിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സംഘപരിവാറുകാരും പ്രസംഗികളാണ്, ക്ഷൂനക്കികളാണ്. എന്തെങ്കിലും അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കുന്ന ഒരു സമൂഹമായി കേരള സമൂഹം മാറിയത് എങ്ങനെയെന്ന് ഇവിടെയുള്ള സാധാരണക്കാരൻ ചിന്തിച്ചാൽ അതിൽ എന്തെങ്കിലും പറയാനുണ്ട്. എന്താണ് ഇങ്ങനെ അധപ്പതനം ഉണ്ടായത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ അധപ്പതിച്ചത്? നമ്മൾ അധപ്പതിച്ചു പോയത് എന്താണ്? ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഇനി പോയി, അതിനൊരു വഴിക്കാക്കി. ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്യുമെന്ന് അച്ഛനില്ല. ഞാൻ ഇന്ന് ഇപ്പോ ഒരു ചാനലിൽ കണ്ടപ്പോഴാണ് പറഞ്ഞത്, അച്ഛനില്ലാതെ വളർന്ന ഒരു പയ്യനായിരുന്നു. ആ പയ്യൻ കോൺഗ്രസ് പാർട്ടിയിൽ വന്നു. അപ്പൊ എല്ലാവർക്കും യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ നോക്കും, എല്ലാവർക്കും പാലക്കാട് നിന്ന് സ്ഥാനാർത്ഥിയാവാൻ നോക്കും, ആർക്കെങ്കിലും ഒരാൾക്കല്ലേ ആകാനൊക്കെയുള്ളൂ. അപ്പൊ അതിന് ഷാഫിയെ കുറ്റം പറയുക. വിശ്വസ്തന്മാര്, പാർട്ടിയോട് വിശ്വസ്തത പുലർത്തുന്നവരെ തന്നെയാണ് സ്ഥാനങ്ങളിൽ ഇരുത്തേണ്ടത്. അല്ലാതെ ഈ ചെറ്റ യവനെ പോലുള്ള ഈ KS രാധാകൃഷ്ണൻ എന്ന് പറയുന്നു, കോൺഗ്രസിൽ നിന്ന് ഉപ്പും ചോറും നിന്ന് എല്ലാം നിന്ന് തടിച്ച് കൊഴുത്തതിന് ശേഷം മാറിയത് കണ്ടില്ലേ? PC ചാക്ക മാറിയത് കണ്ടില്ലേ? KV തോമസ് മാറിയത് കണ്ടില്ലേ? അങ്ങനെ എത്രയോ ചെറ്റകളാണ് മാറിയത്. യവനൊക്കെ എന്ന് പറയുന്നത് അപ്പോ പാർട്ടിയോട് ആത്മാർത്ഥമുള്ളവരാ? എന്താണ് ധാർമ്മികത? ഒട്ടകം ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്താണ്? ധാർമ്മികത. എന്ത് ധാർമ്മികത എന്നുള്ളത്? 10 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചവനെ ന്യായീകരിച്ച തെണ്ടിയില്ലീടാ ഒട്ടകം ഗോപാലകൃഷ്ണ. നീയാണ് മനുഷ്യൻ, എന്നിട്ട് നീ ധാർമ്മികത എന്ന് പറയാൻ നിനക്ക് അതിനുള്ള അവകാശം എന്താണ്? ഒന്നുമല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം സ്ത്രീകളെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും, അതൊക്കെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളല്ലേ? പ്രായപൂർത്തി ആകാത്ത, എട്ടും പൊട്ടും തിരിയാത്ത പെൺകുട്ടികൾ, എത്രയെങ്കിലും പെൺകുട്ടികൾ അവിടെ അവൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാനഹാനി പോയെന്നാണ് ആരും പറയാത്തത്. അപ്പൊ ഏതൊന്നും ചാനലിൽ ചർച്ചയാവാത്ത എന്താണ്? എന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല? അപ്പൊ BJP-കാരനായിരുന്നാൽ, RSS-കാരനായിരുന്നാൽ, ക്രിസംഗിയായിരുന്നാൽ ഇവിടെ എന്ത് തെമ്മാടിത്തരവും കാണിക്കാം. ബാക്കിയുള്ളവർക്ക് ആർക്കും ഒന്നും ചെയ്തുകൂടാ. എന്തായാലും ശരി, നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഈ സത്യവും ധർമ്മവും നീതിയും എന്താണെന്നാണ്. ആര് തെറ്റിനൊപ്പം ആരാണ് നിൽക്കുന്നത്, ശരിയൊപ്പം ആരാണ് നിൽക്കുന്നത് നമുക്കിന്ന് പറയാൻ പോലും കഴിയില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. അതിന് ചാനലുകളിൽ ചർച്ച ചെയ്യണ്ട. ചാനലുകൾ എന്തിന് ചർച്ച ചെയ്യണം? അവിടെ പോലീസുണ്ട്, കോടതിയുണ്ട്, അവിടെ തെളിവുകൾ നിരത്തും, അവര് ജഡ്ജി തീരുമാനിക്കും. അങ്ങനെ തീരുമാനിക്കുമ്പോൾ കുറ്റവാളിയാക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ചെറുപ്പക്കാരന്റെ ഭാവി എന്തായാലും തുലച്ചു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അതിൽ യാതൊരു സംശയമില്ല. അത് ആർക്കും അതിൽ താല്പര്യമില്ല. പക്ഷെ തെറ്റ് ചെയ്യുന്നതിനും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള
നമുക്ക് മുൻവിധി. ഇപ്പൊ ഉമ്മൻചാണ്ടി അന്ന് എല്ലാവരും പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യൻ, ലോകം, അതായത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും വളരെ സ്നേഹത്തോടും ബഹുമാനത്തിലും കരുതിയിരുന്ന ഒരു മനുഷ്യനെ ഏതെല്ലാം തരത്തിലാണ് നശിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് ഇതെന്ന് നമുക്കറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് കോടതി വിധി, അവസാന വിധി വരുന്നവരെ കാത്തിരിക്കാം. ഇപ്പൊ ഒരു ചെറ്റ പത്മരാജൻ, അവന് പിന്നെ ഈ കോടതി വിധിക്ക് ശേഷമാണ് കേരളത്തിലുള്ള എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സംഘപരിവാറുകാർ പ്രസ് കോൺഫറൻസ് നടത്തി അവന് പിന്തുണ അറിയിച്ചത്. അപ്പൊ അതിലെന്താണ് ധാർമ്മികത? അപ്പൊ നിങ്ങൾക്കാകാവുന്ന കൊച്ചു കുട്ടികൾ വരെ നിങ്ങൾക്ക് പിടി, നിന്റെയൊക്കെ വീട്ടിലെ പെൺകുട്ടികളുണ്ടെന്ന് ഉള്ള കാര്യം നീയൊക്കെ മറന്നു പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ള. കൂടുതൽ പറഞ്ഞ് ഈ അന്തരീക്ഷം മലിനസമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ബലാത്സംഗം ചെയ്തായിരുന്നാലും പീഡനമായിരുന്നാലും അത് നടത്തിയവരാ അതിൻ്റെതായ വഴിയിൽ നിയമത്തിന്റെ വഴിയെ പോയി അവർ ശിക്ഷിക്കട്ടെ. നിങ്ങൾ ആവശ്യമില്ലാതെ ചർച്ച ചെയ്യാതെ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് രാവിലെ വന്നിരുന്ന് മലന്ന് കിടന്നുകൊണ്ട് പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടവും മറ്റോരും മറിച്ചവരും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് എന്തിനാണ്? നിന്റെയൊക്കെ വീട്ടിൽ സ്ത്രീകളൊക്കെ ഇല്ലേ, പെണ്ണുങ്ങളില്ലേ, മക്കളില്ലേ? അവരെല്ലാം ഇത് കേൾക്കൂലേ? നിങ്ങൾക്ക് പച്ചയ്ക്ക് വന്നിരുന്ന് ഈ തെമ്മാടിത്തരം പറയുന്നതിനൊക്കെ ഒരു 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 മറ വേണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും ഇത് നിങ്ങൾ നിർത്തണം. ഈ പൈങ്കിളി കഥകളുടെ ബാക്കിൽ പോകരുതെന്നാണ് എനിക്ക് ഈ കേരളത്തിലെ പിന്നെ നല്ല ചാനലുകളോടും പിന്നെ നല്ല മനുഷ്യരോടും പറയാം. അതെന്ത്, ഞാൻ ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് പിന്നെ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, മൗദൂദി ചാനലാണ്, ജമാഅത്തെ ഇസ്ലാമി ചാനൽ. ഈ വൃത്തികെട്ട ചാനൽ ചർച്ചകളൊന്നും അവിടെ നടക്കുന്നില്ല. അതെന്ത്? നിങ്ങൾ കുറെ ആൾക്കാർ സംഘികളും കുറെ കൃസംഘികളുമാണല്ലോ ഇവിടെ നടത്തുന്നത്. അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഇടതുപക്ഷത്തെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരും. അതെന്താണ് അങ്ങനെ? എന്താണ് അതെന്ത്? നിങ്ങൾക്ക് സത്യവും ധർമ്മവും നീതി എന്താണെന്ന് അറിഞ്ഞൂടെ? ചാനലിന്റെ ധർമ്മം എന്താണെന്ന് അറിഞ്ഞൂടെ? നിങ്ങളൊക്കെ ജേർണലിസം പഠിച്ചവരല്ലേ? നിങ്ങളൊക്കെ ഇനി എന്താണ് ഇതൊക്കെ കണ്ടു പറഞ്ഞ് മനസ്സിലാക്കിയതെന്ന്? നിങ്ങളുടെയൊക്കെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ മക്കള് കൊച്ചുകുട്ടികൾ ചോദിക്കില്ലേ, രാഹുൽ മാങ്കൂട്ടം എന്ത് പീഡിപ്പിച്ച്, എങ്ങനെയാണ് പീഡിപ്പിച്ച അച്ഛ അല്ലെങ്കിൽ അങ്കിളെ എന്നൊക്കെ ചോദിക്കില്ലേ? അതൊക്കെ മോശമല്ലേ? എന്താണ് നീ ഇത്രയും അധപ്പതിക്കാനുണ്ടായ കാരണം എന്താണ് കേരളം? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ശരി, ഈ പ്രശ്നം ഇന്നലെ വെച്ച് തന്നെ ഞാൻ ഇത് വെച്ച് കെട്ടിയതാണ്, ഇത് ചർച്ച ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഇന്നിപ്പോ ഷാഫി പറമ്പലിനെ കൂടെ ബാക്കിൽ വന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എന്തായാലും ശരി, മനുഷ്യരായി ജീവിക്കണം. മൃഗത്തിന്റെ അത്രയും അധപ്പതിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമല്ല, എല്ലാവർക്കും, പൊതുസമൂഹത്തിന് മൊത്തത്തിൽ ധാർമ്മികത എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.